നമസ്കാരം. എവിടെയെങ്കിലും ഒരു ആന്ധ്രാക്കാരൻ ബി ജെ പിക്കാരൻ ഇരുന്ന് പറഞ്ഞാൽ തകരുന്നതാണോ കേരളത്തിൻ്റെ മതേതര മനസ്സ്? അല്ല 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 എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ ആന്ധ്രാക്കാരൻ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് നമ്മുടെ ശബരിമലയെയാണ്. ശബരിമല ഒരു പക്ഷേ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രാധാന്യമുണ്ട്. നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കേരളത്തിൽ തീർത്ഥാടകർ വന്നെത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശബരിമല. ഏറ്റവും അധികം പ്രയാസമാണ് അവിടേക്ക് എത്തിപ്പെടുക എന്ന്. കരിമല നീലിമലയൊക്കെ ചവിട്ടി അവസാനം ആണ് നമ്മൾ സന്നിധാനത്തേക്ക് എത്തുന്നത്, അയ്യപ്പനെ കാണാൻ വേണ്ടി നമ്മൾ എത്തുന്നത്. അപ്പം വളരെ പ്രത്യേകതയുണ്ട്. അതിന് തൊട്ടടുത്തായി നമുക്കറിയാവുന്ന പോലെ മാളികപ്പുറമുണ്ട്, വാവര് പള്ളിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയേറെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്ത്രീ പ്രാതിനിധ്യമുണ്ട് അവിടെ ശരിക്കും. അവിടെ അതോടൊപ്പം ഒരു മതേതര സങ്കല്പത്തിൻ്റെ മൂർത്തിഭാവമായിട്ട് വാവര് പള്ളിയും അവിടെ നമുക്ക് കാണാൻ കഴിയും ശബരിമലയിൽ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ആരും, അതായത് ഇവിടുന്ന് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകുന്ന ഒരു ഭക്തനും അവിടെ വാവര് പള്ളിയുടെ അടുക്കലോട്ട് പോകരുത്, അവിടെ ദർശനം നടത്തരുത്. അല്ല, രാജാ സിംഗ് എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ബി ജെ പിക്കാരനായ ഒരു MLA ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് നൽകുന്ന ഉപദേശമാണിത്. വാവര് പള്ളി പോകരുത് പോലും. അല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കിടക്കുന്ന ശശികല ടീച്ചറിന് പറ്റിയ ആളാണ് ഇത്, ഈ പറയുന്ന രാജാ സിംഗ് എന്ന് തോന്നുന്നു. കാര്യം കമ്മ്യൂണിസ്റ്റുകാരും നക്സലുകളും ഒക്കെ കൂടെ ചേർന്നിട്ട്, അല്ലെ, ഇവരെല്ലാം കൂടെ ഇടതുപക്ഷക്കാരും എല്ലാം കൂടെ ചേർന്നൊരു നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് വാവര് പള്ളിയിലെ ദർശനം എന്നാണ് പറയുന്നത്. ആരൊക്കെയാണ്? ഇടതുപക്ഷക്കാർ, ഒരു പ്രത്യേക കമ്മ്യൂണിസ്റ്റുകാർ, നക്സലൈറ്റുകൾ, ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയാണ് അത്രേ അതായത് അങ്ങനെ സൃഷ്ടിച്ചെടുത്തതാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? അങ്ങനെ വാവര് പള്ളിയിൽ കൂടി സന്ദർശിച്ചാൽ മാത്രമേ അയ്യപ്പൻ ദീക്ഷ പൂർത്തിയാകൂ. അതായത് സ്വാമിയായിട്ടാണല്ലോ വരുന്നത്. 41 ദിവസം കഠിന വ്രതമെടുത്ത് മാലയൊക്കെ ഇട്ട് ചെരുപ്പൊന്നുമില്ലാതെ ഇങ്ങനെ നടന്ന് അവിടെ എത്തുന്ന അയ്യപ്പനെ കാണാൻ വരുമ്പോൾ ആ ദീക്ഷയുടെ പൂർണ്ണത എത്തണമെന്നുണ്ടെങ്കിൽ വാവര് സ്വാമിയെ കൂടെ തൊഴണം എന്നുള്ളതാണ്. അത് വരുത്തി തീർത്തത്, ഇങ്ങനെ ഒരു ഗൂഢാലോചനക്കാരാണ് ഇത് വരുത്തി തീർത്തത്. അങ്ങനെ ചെയ്യണം എങ്കിലേ അയ്യപ്പ ദീക്ഷ പൂർത്തിയാകൂ. ഹിന്ദു വിശ്വാസങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മളാരും ശവകുടീരങ്ങളുടെ മുന്നിൽ പോയിന്നോ ഈ പറയുന്ന പിന്നെ എന്താ പറയുക കുഴിമാടത്തിന് മുന്നിൽ പോയി നിന്നുകൊണ്ടോ നമ്മൾ നമസ്കരിക്കാൻ പാടില്ല എന്ന് ഹിന്ദു സംഹിതയിലൊക്കെ പറയുന്നുണ്ട് എന്നാണ്. അപ്പോൾ അത്തരം സംഹിതകളിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾ ആരും പോയി ഈ വാവര് സ്വാമി എടുക്കുക വാവര് പള്ളി പോയി തൊഴാൻ പാടില്ലത്രേ. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ശബരിമലയിലെ ദർശനം പൂർത്തിയാവണമെങ്കിൽ ഇങ്ങനെ കൂടി ചെയ്യണമെന്ന് ചില ദുഷ്ടാത്മാക്കൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പരത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ഈ അയ്യപ്പ ഭക്തന്മാരെ വഴിതെറ്റിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി വേണം ഇത് കാണാൻ. അപ്പോൾ അങ്ങനെ നമ്മളെ അയ്യപ്പ ഭക്തന്മാരെ, ഹിന്ദുക്കളായ അയ്യപ്പ ഭക്തന്മാരെ വഴിതെറ്റിക്കാൻ വേണ്ടി നക്സലൈറ്റുകളും മാർക്സിസ്റ്റുകളും അതോടൊപ്പം തന്നെ ഇടതുപക്ഷക്കാരും ചേർന്ന് നടത്തിയ ശ്രമത്തിൽ പാവം അയ്യപ്പ ഭക്തരെല്ലാം വീണുപോയി. അവർ കാലാകാലങ്ങളായി കെട്ടും കെട്ടി ശബരിമലയിലേക്ക് വരികയും അയ്യപ്പനെ കാണുകയും മാളികപ്പുറത്തെയും തൊഴുന്നതിനോടൊപ്പം വാവര് പള്ളിയിലും പോയി തുടങ്ങി. അതൊരു വലിയ കൊടിയ തെറ്റാണ്. അദ്ദേഹം പലപ്പോഴും കണ്ടിട്ടുണ്ടെന്നത്രേ, ഈ അയ്യപ്പ സ്വാമികളുടെ പൂജകളൊക്കെ നടക്കുമല്ലോ, അത്തരം പൂജകളിൽ ദർഗകളിൽ നിന്നുള്ളവർ, അതിൽ വിശ്വസിക്കുന്നവർ, മുസ്ലിങ്ങളെ പോലും അവർ ക്ഷണിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കര ആശങ്ക ഈ രാജാസിംഹിനെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ആ കെണിയിൽ നമ്മൾ വീഴാൻ പാടില്ല. അതായത് കെണിയിൽ, ഈ വാവര് പള്ളിയിലേക്ക് പോയി തൊഴുന്ന ആ കെണിയിൽ ഇത് ഇങ്ങനെ പറഞ്ഞ് പരത്തി അയ്യപ്പ ഭക്തന്മാർക്കിടയിൽ, ഇവിടെ ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സ് മുഴുവൻ പിന്നെ ഹിന്ദു വർഗീയവാദമൊന്നുമല്ല. അവരുടെ ഉള്ളിൽ നിറയെ അയ്യപ്പനോടുള്ള അതിയായ ഭക്തിയാണ്. ആ അയ്യപ്പ ദീക്ഷ പൂർത്തിയാകണമെങ്കിൽ എവിടെയൊക്കെ തൊഴണം, എന്തെല്ലാം കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നുള്ളത് ഇത് പണ്ട് പുരാതന കാലം മുതൽ തന്നെ, 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ശീലിച്ചു പോകുന്ന ഒന്നാണ്. ചില ആചാരങ്ങളുടെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഉണ്ടാകണം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാൻ അനുമതി കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധി വന്ന പാടെ ഇവിടെ സംസ്ഥാന സർക്കാർ അതിന് തയ്യാറായപ്പോൾ ഈ BJP RSS പ്രവർത്തകർ അടക്കമുള്ളവർ എന്തിനാണ് അവിടെ സമരം ചെയ്തത്? സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അന്ന് പേരുണ്ടായിരുന്നു ആചാര സംരക്ഷണം. അപ്പോൾ ഈ പറയുന്ന BJP ആചാര സംരക്ഷണത്തിന് മുതിരുകയാണോ? കാര്യം ഈ ആചാരങ്ങൾ രൂപം കൊണ്ടിരിക്കുന്ന സത്യത്തിൽ ഈ വാവര് പള്ളിയും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ആചാരങ്ങളാണ് അവിടെയുള്ളത്.
അപ്പോൾ ഈ ഇപ്പോഴത്തെ BJPയുടെ ഈ രാജാ സിംഗിന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഈ ആചാരം വേണ്ട, തൽക്കാലം വാവരുസ്വാമി നമുക്ക് വേണ്ട. കാര്യം എന്താ, അദ്ദേഹം മുസ്ലിമാണ് പോലും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആചാരങ്ങൾ വേണ്ട. ഇങ്ങനെയുള്ള ആചാരം ഉണ്ടാക്കിയെഴുതി ഇടതുപക്ഷക്കാരും ഈ പറഞ്ഞ പോലെ നക്സലൈറ്റുകളും ഒക്കെ കൂടെ ചേർന്നിട്ടാണ്, കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ആചാരം ഉണ്ടാക്കി ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരെ വഞ്ചിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതൊക്കെ ഒരു കേരളക്കാരൻ അല്ലെങ്കിൽ കേരളക്കാരെന്നുള്ള നിലയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ശബരിമല തീർത്ഥാടന ഈ മണ്ഡല കാലഘട്ടത്തിൽ ഒരു ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയും കറുപ്പും ഒക്കെ അണിഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മുടെ സഹോദരന്മാരുണ്ടല്ലോ, അവരൊന്നും ഇത് കേട്ടാലേ പുച്ഛിച്ച് തള്ളുകയുള്ളൂ. ഇവിടുത്തെ ശബരിമലയെ നമ്മൾ കാണുന്നത് ഒരു മതേതരത്തിൻ്റെ ഒരു പരിപാവനമായൊരു പ്രദേശമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലമായിട്ടാണ്, ഒരു കോവിലായിട്ടാണ് നമ്മളത് കാണുന്നത്. അയ്യപ്പനെ ഇവിടെ ആരും തീരെഴുതി എടുത്തിട്ടില്ല. ഇവിടെ ഹിന്ദുക്കളെല്ലാം കൂടി അയ്യപ്പനെ തീരെഴുതി എടുത്തിട്ടൊന്നുമില്ല. അയ്യപ്പനെ കാണാനായി അവിടെ വരുന്ന ഏതൊരു ഭക്തനും അതിനെ ഭക്തർ എന്ന് മാത്രമേ വിളിക്കാൻ പറ്റൂ. അവിടെ തീവ്രവാദികളല്ല എത്തുന്നത്. അവിടെ മാലയിട്ട് കറുപ്പണിഞ്ഞെത്തുന്ന എല്ലാവരും അയ്യപ്പ ഭക്തന്മാരാണ്, അല്ലെ ഹൈന്ദവ തീവ്രവാദികളല്ല എന്നുള്ള കാര്യം രാജാ സിംഗ് എന്ന് പറയുന്ന ഈ MLA, BJPയുടെ MLA തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണമായിരുന്നു ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നാടൊട്ടുക്കാണെന്ന് വിളമ്പാൻ. നിങ്ങളൊരു ഈ പറയുന്ന രാജാ സിംഗ് ആന്ധ്രാപ്രദേശിൻ്റെ BJPയുടെ ഒരു MLA കൂടിയാണ്. BJP അല്ല ഇവിടെ ഭരിക്കുന്നത്, BJP അല്ല അയ്യപ്പൻ. BJPക്കാരനല്ല. അയ്യപ്പൻ നമ്മൾ ആരാധിക്കുന്ന ഒരു ദൈവമാണ്, ഈശ്വരനാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാനും അവിടേക്ക് വരുന്ന അവരെ എല്ലാവരെയും നമ്മൾ അയ്യപ്പൻ എന്നുള്ള പേരിൽ തന്നെയാണ് വിളിക്കുന്നത്. അല്ലാതെ അവർക്കും അതിൻ്റെതായ ഒരു വൈശിഷ്ട്യം, ഈ സ്വാമിമാർക്ക് നമ്മൾ അങ്ങനെ ഒരു വൈശിഷ്ട്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയാതെയാണ് പലപ്പോഴും ഈ മതം കൊണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച ഈ മന്ത് തലയിൽ വരുന്ന ആൾക്കാരുണ്ട്, മതഭ്രാന്ത് കൊണ്ട് തലയിൽ മന്ത് വരുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആളുകൾ പറയുന്ന ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളിൽ ഈ ദയവ് ചെയ്ത് നമ്മുടെ കേരളത്തിലുള്ളവരോ അല്ലെ പുറത്തുള്ളവരോ ആയ അയ്യപ്പ ഭക്തന്മാരാരും വീണു പോകരുത്. ആ ശബരിമലയ്ക്ക് അതിൻ്റെതായ ഒരു പാവനത്വമുണ്ട്, അവിടെ അതിൻ്റെതായ ചില ആചാരക്രമങ്ങളുണ്ട്. അത്തരത്തിലുള്ള ആചാരങ്ങളും ക്രമങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് ഓരോ അയ്യപ്പ ഭക്തന്മാരും മനസ്സിൽ നന്മയോടുകൂടി മല ചവിട്ടാനാണ് നമ്മൾ പറയുന്നത്.